ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. യുഎഇയിൽ ഫാമിലി ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കം. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം 2026 ഫാമിലി ഇയറായി യുഎഇ പ്രഖ്യാപിച്ചു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും സാമൂഹിക സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന വിവിധ പദ്ധതികൾക്കും നിയമപരിഷ്കാരങ്ങൾക്കും ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കുടുംബങ്ങൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. 2031 നാഷണൽ ഫാമിലി ഗ്രോത്ത് അജണ്ടയുടെ ഭാഗമായി സർക്കാർ സ്വകാര്യ മേഖലകളിലുടനീളം കുടുംബ സൗഹൃദ നയങ്ങൾ നടപ്പിലാക്കും. കുട്ടികളുടെ വളർച്ചയ്ക്കും പ്രായമായവരുടെ സംരക്ഷണത്തിനും പ്രത്യേക ധനസഹായങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഇതിലുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ധന പാചകവാതക വില പുതുക്കി. പുതുവർഷം ആരംഭിച്ചതോടെ സൗദി അറേബ്യയും യുഎഇയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവിലയിൽ മാറ്റം വന്നു. സൗദിയിൽ ഡീസൽ വില ലിറ്ററിന് 2.20 റിയാലായി ഉയർന്നു. നേരത്തെ ഇത് 1.61 റിയാലായിരുന്നു. ഇത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കും. എന്നാൽ പെട്രോൾ വിലയിൽ കാര്യമായ മാറ്റമില്ല. അതേസമയം യുഎഇയിൽ ജനുവരി മാസത്തിൽ ഇന്ധനവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഡ്രൈവറില്ലാ ടാക്സികളും പറക്കും ടാക്സികളും യാഥാർത്ഥ്യമാകുന്നു. 2026 ദുബായ് അബുദാബി റോഡുകളിൽ ഓട്ടോണമസ് ടാക്സികൾ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള വാണിജ്യ പരീക്ഷണങ്ങൾ സജീവമായിട്ടുണ്ട്. കൂടാതെ വായുവിലൂടെ സഞ്ചരിക്കുന്ന എയർ ടാക്സികൾ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. യൂറോപ്പിലെ ഷെങ്കൻ വിസയുടെ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒരൊറ്റ വിസ എന്ന സ്വപ്നം 2026 യാഥാർത്ഥ്യമാവുകയാണ്. ഈ സംവിധാനം 2026 പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. ഒരു വിസ ഉപയോഗിച്ച് സൗദി, യുഎഇ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ 6 രാജ്യങ്ങളും സന്ദർശിക്കാൻ സാധിക്കും. ഇത് വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കും വലിയ ലാഭമുണ്ടാക്കും. സൗദിയിൽ നികുതി പിഴ ഇളവ് നീട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ടാക്സ് നിയമങ്ങൾ ലംഘിച്ചവർക്ക് നൽകിയിരുന്ന നികുതി പിഴ ഇളവ് 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. ബിസിനസ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ കുടിശ്ശികകൾ പിഴയില്ലാതെ തീർപ്പാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും. ഖത്തറിൽ ഈ വർഷത്തെ ഏറ്റവും തണുപ്പേറിയ ദിവസങ്ങളാണ് ജനുവരിയിൽ അനുഭവപ്പെടാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ താപനില ഗണ്യമായി കുറയുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൂടാതെ ഖത്തർ 2026 ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി പ്രഖ്യാപിച്ചു. ഈ പുതുവർഷം ഗൾഫ് രാജ്യങ്ങൾ പുരോഗതിയുടെയും ഒരുമയുടെയും പുതിയ പാതകളാണ് തുറക്കുന്നത്. ഏകീകൃത വിസ സംവിധാനവും സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടവുമൊക്കെ പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരേപോലെ ആശ്വാസകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്.